അങ്ങനെ ഞങ്ങളിതാ പ്രകമ്പനം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹൊറർ കോമഡി ജോണറിൽ ഇറങ്ങിയൊരു പടമാണ്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഈ സിനിമയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൊറർ കോമഡി ജോണറിൽ ഇറങ്ങിയതാണ്. നമ്മളൊക്കെ വിചാരിക്കും ഓക്കെ അടികപ്പിയാരെ കൂട്ടമണി അതേപോലെ, അതേപോലെ തന്നെ. പക്ഷെ അതിൻ്റെ അത്രയും എത്തത്തില്ലെങ്കിൽ പോലും നമ്മൾ തിയേറ്ററിൽ നമ്മൾ ഒരിക്കലും ഇവർ നിരാശരാക്കത്തില്ല. അത്ര അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും കഥയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കോളേജ് ഫ്രണ്ട്സ്, അവരുടെ ഹോസ്റ്റൽ ലൈഫും കാര്യങ്ങളും പിന്നെ അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹൊറർ കോമഡി ആണെന്ന്. എനിക്ക് പോയി കാണാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോയി കാണാം. കാരണം ഞാൻ അത്രയും വലിയൊരു പേടിച്ചൂറിയാണ്. അത് ഞാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പോയത് നഷ്ടമായില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി കാസ്റ്റിങ്ങിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പേരുണ്ട് ഈ സിനിമയിൽ. സാഗർ സൂര്യ, പിന്നെ ഗണപതി, പിന്നെ ശങ്കരൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തിരിക്കുന്ന അൽ അമീൻ. ഇവർ 3 പേരാണ് മെയിനായിട്ട്. പിന്നെ ഒരാളും കൂടിയുണ്ട് വേദികയായിട്ട് ചെയ്തിരിക്കുന്ന ശീതൽ ജോസഫ്. എല്ലാം കാസ്റ്റിങ്ങൊക്കെ അടിപൊളിയായിരുന്നേ. ഇവരെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ സിനിമ അവസാനം വരെയും ഈ ഒരു കഥ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എക്സ്ട്രാ നമ്മൾ പറയാനാണെന്നുണ്ടെങ്കിൽ അസീസ് നെടുമങ്ങാട്, പിന്നെ മല്ലിക സുകുമാരൻ. പക്ഷെ ഏറ്റവും എടുത്തു പറയേണ്ടുന്നത് നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ കലാഭവൻ നവാസിക്കയുടെ അവസാനത്തെ മൂവിയായിരുന്നു ഇത്. എന്തോ അദ്ദേഹത്തെ നമ്മളിങ്ങനെ സ്ക്രീനിലൊക്കെ കാണുമ്പം നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലല്ലോ എന്നിങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എന്തോ ഒരു മനസ്സിന് ഭയങ്കര ഒരു വിങ്ങലായിരുന്നു അത് കണ്ടപ്പോൾ. പക്ഷേ എന്താ പറയാനാ. പിന്നെ ടുവേർഡ്സ് ദി എൻഡൊക്കെ വരുമ്പോൾ, അതായത് ക്ലൈമാക്സിൻ്റെ അടുത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പെട്ടെന്ന് അവർ തീർത്ത പോലെ നമുക്കൊരു ഫീലിംഗ് വന്നു. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ. നല്ലൊരു റിവ്യൂ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയെ പറ്റി. പിന്നെ ഇല്ലേ ഒരാളും കൂടിയുണ്ട് ഇതിൽ. പക്ഷെ അതാരാന്ന് ഞാൻ പറഞ്ഞാൽ ആ സസ്പെൻസ് കംപ്ലീറ്റ്ലി പോവും. അതുകൊണ്ട് ഞാനത് ഇപ്പം പൊളിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഡോണ്ട് മിസ് ഇറ്റ്. ഇനി കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.